ഒരു ഗ്രാമത്തിൽ ധനിറാം എന്നു പേരായ ശാഠ്യക്കാരനും അഹങ്കാരിയുമായ സേഠ് ഉണ്ടായിരുന്നു. ഒരു ദിവസം ധനിറാമിന്റെ ഭാര്യ അർച്ചന ധനിറാമിനോട് പറഞ്ഞു, എന്ന് നിങ്ങളൊന്ന് കേട്ടോ, നിങ്ങൾ ഇത്രയും മോശമായ പ്രവൃത്തിയാണ് ഗ്രാമവാസികളോട് ചെയ്യുന്നത്. അതൊരിക്കലും ശരിയല്ല. നിന്റെ അടുത്ത് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അർച്ചന, എന്റെ ജോലിയിൽ ആവശ്യമില്ലാത്ത നീ ഒന്നും പറയണ്ട. ശരി, നമുക്ക് സംസാരിക്കാലോ. ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യത്തിൽ നിങ്ങളുടെ ജോലി എന്താണുള്ളത്? അർച്ചന, ഞാൻ പലിശ വ്യാപാരമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ ഞാൻ ഗ്രാമത്തിലുള്ളവരടുത്ത് നന്നായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവരെല്ലാരും എന്റെ അടുത്ത് പണം വാങ്ങിയിട്ട് വെറുതെ ഇരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് വളരെയധികം ദേഷ്യത്തോടു കൂടി തന്റെ മാളികയിൽ നിന്നും ധനിറാം പോയി. എന്നിട്ട് നേരെ ഗ്രാമത്തലവന്റെ വീട്ടിലേക്ക് എത്തി. മുതലാളി, നിങ്ങളെ കൂടെയുള്ള ആ സുഹൃത്തില്ലേ, ഇതുവരെ എനിക്ക് ആ പണവും പിന്നെ പലിശ തന്നിട്ടേ ഇല്ല. അറിയോ നിങ്ങക്ക്? ആ ധനിറാം ചേട്ടാ, അയാൾ തന്നേക്കും. അതിപ്പോ എന്താ വെച്ചാൽ അയാളുടെ കുടുംബസ്ഥിതി ഇപ്പൊ ശരിയായിട്ടില്ല. ഇത് നോക്കൂ മുതലാളി, നിങ്ങൾ പറഞ്ഞതിനേക്കാളും ഞാൻ കുറെ നേരം അയാൾക്ക് ഞാൻ തന്നിട്ടുണ്ട്. ഇപ്പൊ മര്യാദയ്ക്ക് അയാളുടെ എന്റെ കാശ് തിരിച്ചു തരാൻ പറയൂ, ഇല്ലെങ്കിൽ അയാളുടെ സ്ഥലം ഞാൻ അങ്ങ് എഴുതി വാങ്ങിച്ചേക്കും. ഇവിടെ നോക്കൂ, നിങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. പാവം വസുക്കിയ വല്ലാത്ത പാവപ്പെട്ടവനാണ്. അവന്റെ അടുത്ത് കുറച്ച് സ്ഥലമേ ഉള്ളൂ. അവൻ അത് വെച്ചിട്ടാണ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് നോക്കുന്നത്. അത് എന്റെ പ്രശ്നമല്ലല്ലോ. ഞാൻ നാളെ വരെ നിങ്ങൾക്ക് ആ സമയം തന്നേക്കാം. അതിനുശേഷം ഞാൻ നിങ്ങളുടെ അടുത്ത് വരാൻ പോകുന്നേ ഇല്ല. നേരെ തന്നെ സുഖിയന്റെ അടുത്തേ ഞാൻ പോവുള്ളൂ. ധനിറാം നേരെ തന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ധനിറാമിനെ കണ്ടതും അവന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ കാലി അവനോട് പറഞ്ഞു, എന്താ കാര്യം സേട്ടോ? നിങ്ങളുടെ മുഖത്തിൽ വല്ലാതെ ഒരു ദേഷ്യവും പിന്നെ ഒരു വിഷമവും ഉണ്ടല്ലോ. എന്ത് പറ്റി? നിന്റെ അടുത്ത് എന്ത് പറയാനാ കാളിയ? ആ സുഖിയ അവനെ പറ്റി എന്താണ് കരുതിക്കൊണ്ടിരിക്കുന്നത്? ഇന്ന് ഞാൻ പോയിട്ട് ആ മുതലാളി ഞാൻ പേടിപ്പിച്ചിട്ട് വന്നിട്ടുണ്ട്. നാളെ ഉള്ളിൽ എനിക്ക് അവന്റെ പണം വേണം, ഇല്ലെങ്കിൽ ആ സുഖി എന്റെ സ്ഥലം എനിക്ക് വേണം പറഞ്ഞു. അയ്യോ എന്റെ ചേട്ടാ, ഈ കാര്യമൊക്കെ വല്ലാതെ പഴയതായിട്ടുണ്ട്. ഒരു കൃഷിക്കാരൻ അവനക്ക് കാശ് തിരിച്ചു തരാൻ പറ്റിയിട്ടില്ലെങ്കിൽ അപ്പൊ തന്നെ അവന്റെ സ്ഥലം നമ്മൾ എടുത്തേക്കണം. നീ എന്താ പറയാൻ വരുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ധനിറാം ചേട്ടാ, ഇന്നും കുറച്ചു കാലത്തില് വെയിൽ കാലം തുടങ്ങാൻ പോവാണ്. ഈ വെയിൽ കാലത്തിൽ എല്ലാ വീട്ടിലും ആവശ്യമുള്ളത് ഒരു ഫാനും പിന്നെ ഒരു കൂളറാണ്. ആ ഇതില് പുതിയ കാര്യം എന്താണ്? നിങ്ങളുടെ ബുദ്ധി ഒന്ന് കുറച്ച് ഉപയോഗിച്ച് നോക്കൂ. നിങ്ങൾ ഈ ഗ്രാമത്തിലുള്ളവരെല്ലാവർക്കും കുറച്ചെങ്കിലും നിങ്ങൾ കടം കൊടുത്തിട്ടുണ്ടാവും. ആ എല്ലാ വീട്ടിലുള്ള കൂളറും ഫാനും നിങ്ങൾ പലിശയായിട്ട് അങ്ങ് എടുത്തേക്ക്. എങ്ങനെയുണ്ട്? അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് പലിശയും തിരിച്ചു കിട്ടും. പിന്നെ എല്ലാ ജനങ്ങളും നിങ്ങളടുത്ത് എപ്പോഴും കടംകാരനായിട്ടുണ്ടാവും. അടിപൊളി കാളിയാ, അടിപൊളി. നിന്റെ ബുദ്ധിക്ക് ഞാൻ എപ്പോഴും ഒരു അടിമ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് പലനും കിട്ടുന്നുണ്ടല്ലോ. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞ് ഭയങ്കരമായ വേനൽക്കാലം വന്നു. സുഖിയ മാർക്കറ്റിൽ നിന്നും ഒരു പുതിയ കൂളർ വാങ്ങി തന്റെ വീട്ടിലേക്ക് എത്തി. അപ്പോൾ അദ്ദേഹത്തിന്റെ മകളായ 15 വയസ്സുള്ള ചമ്പ സന്തോഷത്തോടെ അവളുടെ അമ്മയോട് പറഞ്ഞു, അമ്മേ, ദാ നോക്കൂ, അച്ഛൻ മാർക്കറ്റിൽ നിന്ന് പുതിയൊരു കൂളർ വാങ്ങിയിട്ടുണ്ട്. അല്ല, ഈ കൂളർ വാങ്ങുന്നതിന്റെ എന്ത് ആവശ്യമാണുണ്ടത്? ആദ്യം നിങ്ങൾ ധനിറാമിനോട് വാങ്ങിയ പണം തിരിച്ചു കൊടുക്കേണ്ടതായിരുന്നു. നിങ്ങൾ പറഞ്ഞില്ലേ, ഗ്രാമത്തലവനോട് പറഞ്ഞ ധനിറാം നമ്മുടെ പാടം ഏറ്റെടുക്കുമെന്ന്, ഓർമ്മയില്ലേ? ഞാൻ കുറച്ച് ദിവസം കൊണ്ട് ധനിറാമിനുള്ള എല്ലാ കടനും ഞാൻ തിരിച്ചു കൊടുത്തേക്കും ചമ്പ. ഒരുപക്ഷെ വെയിൽക്കാലം വന്നിട്ടില്ലെങ്കിൽ ഞാൻ എല്ലാ കടനും വേഗം തന്നെ അടച്ചിട്ടുണ്ടാവും. അപ്പോൾ അവിടേക്ക് ധനിറാം വളരെ ദേഷ്യത്തോടുകൂടി കാലിയെയും കൂട്ടി വന്നു. വാവ് സുഖിയ, വാവ്. കടൻ തിരിച്ചടയ്ക്കാൻ എന്റെ അടുത്ത് പണമൊന്നുമില്ല. പക്ഷെ മാർക്കറ്റിൽ നിന്ന് പുതിയ കൂളർ വാങ്ങാൻ എന്റെ അടുത്ത് പണമുണ്ടോ? ധനിറാം ചേട്ടാ, എനിക്ക് ഇന്നൊരു 10 ദിവസം നിങ്ങൾ സമയം തന്നേക്കണം. ഞാൻ നിങ്ങളുടെ മൊത്ത കടം ഞാൻ തിരിച്ചു തന്നേക്കാം. നീ പണം തിരിച്ചു തന്നേക്ക് സുഖിയ. പക്ഷെ ഇപ്പൊ തരാനുള്ള എനിക്ക് പലിശയ്ക്ക് നിന്റെ ഈ പുതിയ കൂളർ ഞാൻ എടുത്തിട്ട് പോവുകയാണ്. ധനിറാം അവിടെ നിന്നും കൂളർ വളരെ വേഗത്തിൽ എടുത്തുകൊണ്ടുപോയി. എന്നിട്ട് വൈകുന്നേരം വരെ ആ കൂളർ തന്റെ മാളികയിൽ വച്ചു. എന്നിട്ട് കാളിയയോട് പറഞ്ഞു, നീ വളരെ ബുദ്ധിശാലി തന്നെയാണ് കാളിയ. ഇപ്പൊ ഈ ഗ്രാമത്തെ ജനങ്ങൾക്ക് മനസ്സിലാകും, എന്റെ പണം മര്യാദയ്ക്ക് തിരിച്ചു തന്നിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക അവർക്ക് അറിയാം. നിങ്ങളുടെ മേലുള്ള ഭയം ഇന്നും വളരെ കൂടിക്കൊണ്ടിരിക്കും. ജനങ്ങൾ ഈ ചൂടിന്ന് രക്ഷപ്പെടണമെങ്കിൽ അവരവരുടെ കൂളറും ഫാൻ വാങ്ങാൻ വേണ്ടി നിങ്ങളടുത്ത് വാങ്ങിക്കാൻ വേണ്ടി വളരെ പേടിച്ചിട്ട് വന്നേക്കും. അപ്പൊ നിങ്ങൾക്ക് ഇന്നും കുറെ പലിശ ഉണ്ടാക്കാം. പിറ്റേ ദിവസം സുഖിയുടെ മകൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അച്ഛാ, ഇനി എന്ത് നടക്കും? ധനിറാം നമ്മളുടെ കൂളറും പൊട്ടിപ്പോയ ആ ഫാനും എടുത്തുകൊണ്ടുപോയി.
ഇത് നോക്കുമോളെ, അവൻ നമ്മളുടെ വീട്ടിൽ മാത്രമല്ല, നമ്മുടെ ഗ്രാമത്തിലുള്ള എല്ലാ വീട്ടിലും അവൻ ഫാനും കൂളറും എടുത്തിട്ട് പോയിട്ടുണ്ട്. ഇന്ന് ഞാൻ കൂളർ ചോദിക്കാൻ വേണ്ടി പോയപ്പോൾ ധനിരാം എന്റെ അടുത്ത് പണം തിരിച്ചു ചോദിച്ചു. ഞാൻ അവന്റെ പകുതി കടം ഞാൻ ഇപ്പൊ കൊടുത്തിട്ട് വന്നിരിക്കുകയാണ്. എന്നാലും അതിന് പകരം അവൻ എനിക്ക് കൂളറും തന്നിട്ടില്ല, നമ്മുടെ ആ പൊട്ടിപ്പോയ ഫാൻ തിരിച്ചു തന്നില്ല. എന്തൊക്കെയായാലും വേനലിന്റെ ചൂട് കൂടി വരികയാ. ഇനി നമ്മൾ എന്ത് ചെയ്യും? ആ കാര്യം പറ്റി ആലോചിച്ചാണ് ഞാൻ വല്ലാതെ വിഷമിക്കുന്നത് ആർത്തി. എന്റെ അടുത്ത് ഇപ്പൊ വിത്തുകൾ വാങ്ങാനും കാശില്ലല്ലോ. ഇപ്പൊ എങ്ങനെയാണ് നമ്മുടെ സ്ഥലത്ത് ഞാൻ കൃഷി ചെയ്യാൻ പറ്റുക? അതിൽ വരുന്ന കാശ് വെച്ചിട്ട് നമ്മുടെ ചമ്പാക്ക് വേണ്ടി കൂളർ വാങ്ങാന്ന് വിചാരിച്ചു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഗ്രാമത്തിൽ വല്ലാത്ത വേനൽ കൂടി വന്നു. ഇത്രയും നടന്നു കഴിഞ്ഞിട്ടും ധനിറാമിന് ആരുടെയും മേലെ ദയ തോന്നിയതേയില്ല. കണ്ടില്ലേ കാളിയ, ഗ്രാമത്തിലുള്ള എല്ലാ ജനങ്ങളും ഇപ്പൊ വെയിലിന് വേണ്ടി വല്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പണം തിരിച്ചു തരാത്തത് കൊണ്ട് അവരിപ്പോ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചേട്ടു. ഇവിടെ സുഖിയാണെങ്കിലോ വല്ലാത്ത വിഷമത്തോടെ തന്റെ പാടത്തേക്ക് നോക്കി നിൽക്കുകയാണ്. അപ്പോഴാണ് വളരെയധികം പ്രായമുള്ള വൃദ്ധൻ സുഖിയോട് വന്ന് പറഞ്ഞത്, എന്ത് പറ്റി സുഖിയ? എന്താ നീ വല്ലാതെ വിഷമത്തോടെ നിൽക്കുന്നത്? ഇപ്പൊ എന്ത് പറയാനാ മുത്തശ്ശ? നിങ്ങൾക്ക് എന്നെ അറിയാലോ, ആ ധനിരാം ഗ്രാമത്തിലുള്ള എല്ലാവരുടെ ജീവൻ വല്ലതും നശിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ എന്റെ അടുത്ത് വിത്തുകൾ വാങ്ങാൻ പോലും എന്റെ അടുത്ത് കാശില്ല. വൃദ്ധൻ വളരെയധികം ശബ്ദം താഴ്ത്തിക്കൊണ്ട് സുഖിയയോട് പറഞ്ഞു, ഞാൻ നിനക്ക് ഒരു രഹസ്യം പറയാം മോനെ. ഞാൻ പറയുന്ന കേക്ക്. ഇവിടുന്ന് കുറച്ച് ദൂരത്തിൽ ഒരു കാട് തുടങ്ങും. വെയിൽ കാലത്തിൽ ആ കാട്ടിന് നടുക്കിൽ ഒരു കട ഇട്ടിട്ടുണ്ടാവും. പിന്നെ ആ കടയിൽ വന്നിട്ട് തണ്ണീർമത്തിന്റെ വിത്തുകളും ഉണ്ടാവും. നീ ആ വിത്തുകൾ വാങ്ങിയിട്ട് നിന്റെ വയലിൽ വിതച്ചു വെക്കോ. മുത്തശ്ശ, വല്ലാതെ തന്നെ ഇപ്പൊ ചൂടായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ തണ്ണീർമത്തൻ വെച്ചാൽ പിന്നെ അത് എടുക്കാൻ വേണ്ടി വളരെ സമയം കൂടുമല്ലോ. നീ ആദ്യം പോയിട്ട് ആ വിത്തുകൾ വാങ്ങിച്ചിട്ട് വരൂ. പിന്നെ ഒരു കാര്യം, ഇത് ഒരു രഹസ്യമാണ്. ഈ രഹസ്യം ആരടുത്ത് എപ്പോഴും പറയാനേ പാടില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ആ വൃദ്ധൻ അവിടെ നിന്നും നടന്നു നീങ്ങി. ഈ മുത്തശ്ശനുണ്ടല്ലോ, വല്ലാതെ വ്യത്യാസമായ ഒരാള് തന്നെ. എന്റെ അടുത്ത് വിത്ത് വാങ്ങാൻ കാശേ ഇല്ലല്ലോ. ശരി, നമ്മൾ ആ പോയതിൽ എന്താവാൻ പോകുന്നുണ്ട്? സുഖിയ വൃദ്ധൻ പറഞ്ഞ വഴിയിലൂടെ നടന്ന് ആ കാട്ടിലേക്ക് എത്തിച്ചേർന്നു. അവൻ അവിടെ നോക്കിയപ്പോൾ ചെറിയൊരു കടയുണ്ടായിരുന്നു. അവിടെ പലതരത്തിലുള്ള വിത്തുകളും ഉണ്ടായിരുന്നു. സുഖിയ കടക്കാരന്റെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, എനിക്ക് ഗ്രാമത്തിൽ പോകുന്ന വയസ്സായ മുത്തശ്ശനാണ് ഈ വഴി പറഞ്ഞു തന്നത്. എനിക്കെന്തെങ്കിലും വിത്ത് കിട്ടുമോ? പക്ഷെ എന്റെ അടുത്ത് പണമേ ഇല്ലല്ലോ. ഒരു കുഴപ്പമില്ല, നീ ഈ തണ്ണീർമത്തന്റെ വിത്തുകൾ എടുത്തിട്ട് പോയിക്കോ. വിത്തിന്റെ വില അത് കുറച്ച് ദിവസം കഴിഞ്ഞ് തന്നെ എന്റെ കയ്യിൽ എത്തിക്കോളും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. കുറച്ച് ദിവസത്തിൽ നീ തന്നെ മനസ്സിലായിക്കോളും. സുഖി ആ തണ്ണിമത്തന്റെ വിത്തുകളും എടുത്തുകൊണ്ട് തന്റെ വീട്ടിലേക്ക് മടങ്ങി വന്നു. എന്നിട്ട് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് തന്റെ ഭാര്യയോട് പറഞ്ഞു, നാളെ മുതൽ ഞാനും ചമ്പയും നിങ്ങളുടെ കൂടെ പാടത്തേക്ക് വരാം. ഇത്രയും വേനലുള്ള സമയത്ത് എന്തെങ്കിലും ഒന്ന് നമുക്ക് കഴിക്കണ്ടേ? സുഖിയ ആ വിത്തുകൾ പാകാൻ തുടങ്ങി. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് സുഖിയും കുടുംബവും അവിടെ എത്തിയപ്പോൾ അവർ കണ്ട കാഴ്ച വല്ലാതെ അത്ഭുതമുളവാക്കുന്നതായിരുന്നു. അവർ 3 പേരും ആശ്ചര്യം കൊണ്ട് നിന്നു. പാടത്ത് വളരെ വലിയ ഭീമാകാരനായ തണ്ണിമത്തനുകൾ ഉണ്ടായിരിക്കുന്നു. എടി ആർത്തി, ഒറ്റ രാത്രി കൊണ്ട് എത്ര വലിയ അതിശയമാണ് നടന്നിരിക്കുന്നത്. അതേ ഇത്ര വലുതായിട്ട് വളർന്നു വെച്ചിട്ടുണ്ടല്ലോ. എനിക്കും യാതൊരു കാര്യങ്ങളും മനസ്സിലാകുന്നില്ല. ഈ തണ്ണിമത്തനുകൾ മുറിച്ച് അതുകൊണ്ട് നമുക്ക് കുടയും ഉണ്ടാക്കാം. സുഖിയ ഏറ്റവും വലിയ തണ്ണിമത്തൻ തിരഞ്ഞെടുത്ത് അത് പകുതിയാക്കി മുറിച്ചു. എന്നിട്ട് തന്റെ മകൾക്ക് അത് കഴിക്കാൻ കൊടുത്തു. പെട്ടെന്ന് ചമ്പ വെയിലിന്റെ കാഠിന്യത്താൽ ബോധരഹിതയായി വീണു. ചംകി, എന്തു പറ്റി മോളെ? നിനക്ക് കണ്ണു തുറന്നു നോക്കൂ. എനിക്ക് തോന്നുന്നു ഇത് വെയിലിന്റെ കാരണം കൊണ്ടാണ് ബോധം പോയതെന്ന്. പെട്ടെന്ന് തന്നെ സുഖിയ അതിന്റെ പുറന്തോടെ എടുത്ത് ഒരു കുടയുടെ രൂപത്തിലാക്കി മാറ്റി ചമ്പയ്ക്ക് നിഴൽ കൊടുത്തു. പെട്ടെന്ന് ചമ്പയ്ക്ക് ബോധം തിരിച്ചു വന്നു. അവൾ തന്റെ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, വേനൽ ഇത്രയും പെട്ടെന്ന് തീർന്നു പോയോ? നീ എന്താ മോളെ സംസാരിച്ചോണ്ടിരിക്കുന്നത്? അച്ഛാ, ഈ തണ്ണിമത്തന്റെ കുടയുടെ കീഴെ കിടന്നപ്പോൾ വളരെ നല്ല സുഖം തോന്നി. എനിക്ക് എന്താ തോന്നിയതെന്നോ, ഞാൻ കൂളറിന്റെ സമീപത്താണ് ഇരിക്കുന്നതെന്ന്. ചമ്പ പറഞ്ഞത് കേട്ട് സുഖിയ പെട്ടെന്ന് തന്നെ 2 തണ്ണിമത്തനുകൾ മുറിച്ച് അതുകൊണ്ട് കുടയുണ്ടാക്കി. അത് പിടിച്ചപ്പോൾ അവർ 2 പേർക്കും മഞ്ഞുപോലെ കുളിരാൻ തുടങ്ങി. അല്ല, നിങ്ങൾ ഏതു തരത്തിലുള്ള തണ്ണിമത്തന്റെ വിത്തുകളാണ് കൊണ്ടുവന്നത്? ഇത്രയും വിചിത്രമായ തണ്ണിമത്തനുകൾ നമ്മുടെ പാടത്തുണ്ടായത്? സുഖിയ മന്ദഹസിച്ചുകൊണ്ട് പറഞ്ഞു, അത് ഒരു രഹസ്യമാണ് ആർത്തി. അച്ഛാ, നമ്മുടെ ഈ ഗ്രാമവാസികൾ മുഴുവൻ വേനൽ കാരണം കഷ്ടപ്പെടുകയാണ്.
നമ്മൾ ഈ തണ്ണിമത്തൻ വിൽക്കുന്നതിനു പകരം അതുകൊണ്ട് കുടയുണ്ടാക്കി വിറ്റാലോ? സുഖിയയ്ക്ക് ചമ്പ പറഞ്ഞത് വളരെ ഇഷ്ടപ്പെട്ടു. സുഖിയ മാർക്കറ്റിൽ തണ്ണിമത്തന്റെ കുടകളുണ്ടാക്കി വിൽക്കാൻ തുടങ്ങി. ഒരു മനുഷ്യൻ വേനലിൽ വല്ലാതെ തളർന്നു വന്ന് സുഖിയയുടെ കടയിൽ വന്ന് ചോദിച്ചു. ആ ചേട്ടാ, ഇവിടെ വല്ലാതെ ചൂടായിട്ടുണ്ട്. പിന്നെ ഇതുപോലെയുള്ള കുട ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് തണ്ണീർമത്തൻ കുടയാണ്. ഈ കുടേന്റെ താഴെ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പനി പോലെ ചില്ലുന്നുണ്ടാവും. അങ്ങനെ വെച്ചാ ശരി, എനിക്ക് ഒന്ന് തന്നേക്ക്. ആ മനുഷ്യൻ എത്രയും പെട്ടെന്ന് തണ്ണിമത്തന്റെ കുടയുടെ കീഴിൽ വന്നപ്പോൾ അയാൾക്ക് വല്ലാതെ തണുത്തു വിറയ്ക്കാൻ തുടങ്ങി. ചേട്ടാ, സന്തോഷായിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ഈ തണ്ണീർമത്തന്റെ കുട വളരെ നന്നായിട്ടുണ്ട്. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഗ്രാമവാസികൾ എല്ലാവരും സുഖിയ ഉണ്ടാക്കിയ തണ്ണിമത്തൻ കുടകൾ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും കൂളറും ഫാനും വിൽക്കുന്ന കടകളെല്ലാം വ്യാപാരമില്ലാതെ പൂട്ടിപ്പോയി. അവരെല്ലാവരും ഒരു മീറ്റിംഗ് വിളിച്ചു. മീറ്റിംഗിൽ ഒരു കടക്കാരൻ മറ്റു കടക്കാരോടായി പറഞ്ഞു, ഇതിനെല്ലാത്തിനും കാരണം ആ ധനിറാം തന്നെയാണ്. അവൻ ഈ ഗ്രാമത്തിലുള്ള എല്ലാവരുടെ പലിശയ്ക്ക് വേണ്ടി ഈ കൂളറും ഫാൻ എടുത്തിട്ട് പോയി കൊണ്ടാണ് ആ സുഖിയുടെ തണ്ണീർമത്തൻ കുട ഇങ്ങനെ വിൽക്കുന്നത്. അവനാണെങ്കിൽ വല്ലാതെ ഫേമസ് ആയിട്ടുണ്ട്. ചേടാ, അവന്റെ കുടേന്റെ താഴെ വല്ലാതെ തണുപ്പായിട്ടുണ്ട്, അറിയാമോ? അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ എങ്ങനെയാണ് നമ്മളെടുത്ത് ഈ കൂളറും ഫാനും ഒക്കെ വാങ്ങുന്നത്? ഇതിന് എല്ലാത്തിനും കാരണം ആ ധനിറാം തന്നെയാണ്. പിന്നെ അവന്റെ കൂടെയുള്ള ആ കാളിയെയും. അവര് രണ്ടുപേരും അവരുടെ ബുദ്ധി വളരെ മോശമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ അവർക്ക് നമ്മൾ ശിക്ഷ കൊടുത്തേ പറ്റുള്ളൂ. ആ കടക്കാരെല്ലാവരും കൂടി വളരെയധികം ദേഷ്യത്തോടെ പിറ്റേ ദിവസം ധനിറാമിന്റെ വീട്ടിലേക്ക് എത്തി. ഇത്രയും ആളുകളെ കണ്ടപ്പോഴേക്കും ധനിറാമും കാലിയായും പേടിച്ചു വിറച്ചു. നിങ്ങൾക്ക് എന്തിനാ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? ഇതിനൊക്കെ കാരണക്കാരനായ നീ മാത്രമാണ്. നിന്നെ കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ആ കടക്കാരൻ മറ്റു കടക്കാരോടായി പറഞ്ഞു, എന്താ നോക്കിക്കൊണ്ടിരിക്കുന്ന? ഇവനെ തല്ലിക്കോ. ധനിറാമും കാലിയെയും ആ ഗ്രാമം വിട്ട് ഓടിപ്പോയി. സുഖിയയുടെ ജീവിത രീതി ഇപ്പോൾ വളരെയധികം മെച്ചപ്പെട്ടു വരുന്നു. സുഖിയ വൃദ്ധനായ മനുഷ്യന്റെ അടുത്തേക്ക് പോയി പറഞ്ഞു, മുത്തശ്ശ, ആ കടക്കാരങ്ങനെ എന്ത് വിത്താണ് വിറ്റുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ഇപ്പോഴെങ്കിലും ആ രഹസ്യം എന്താണെന്ന് നിങ്ങൾ എന്റെ അടുത്ത് പറയില്ലേ? എനിക്ക് ഇതിനെപ്പറ്റി എന്റെ അച്ഛന്റെ മുത്തശ്ശനാണ് ഇത് പറഞ്ഞത്. ആ കാലത്തിലൊക്കെ കൂളർ ഫാനൊന്നും ഇല്ലല്ലോ. ആ നേരത്തിൽ എല്ലാരും ഈ തണ്ണീർമത്തൻ കുടയാണ് ഉപയോഗിച്ചത്. സുഖിയ മന്ദഹസിച്ചുകൊണ്ട് തന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ഇന്നും സുഖിയ തണ്ണിമത്തന്റെ കുടകളുണ്ടാക്കി വിൽക്കുകയാണ്.